ഇനി അങ്ങോട്ടുള്ള വീഡിയോസുകളൊക്കെ അതിൽ പരിവായിരിക്കും കേട്ടോ. കാരണം ചിലതൊക്കെ ഇപ്പോഴത്തെ കാര്യങ്ങളായിരിക്കാം, ചിലതൊക്കെ കുറച്ച് ദിവസം മുൻപത്തെ കാര്യങ്ങളായിരിക്കാം. നമ്മളിപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയപ്പോൾ അതിൽ മുൻപ് എടുത്ത് വെച്ച കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിൽ പെൻഡിങ് ഉണ്ട്. എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടാത്തത് കൊണ്ട് മാത്രം ഇങ്ങനെ ഡിലേ വന്നതാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്നത്തെയാണ് വീഡിയോ എന്നൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിച്ച് കുറച്ച് പേരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചി രാഗി എന്നാണ് കേട്ടോ, ചേച്ചിയുടെ വീട് തൃശ്ശൂർ തൃക്കൂർ എന്നാണ് കേട്ടോ. കണ്ണൻകുട്ടീനെ കാണാൻ വന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ ഫേസ്ബുക്ക് നമ്മളുടെ ആദ്യം ഉണ്ടായിരുന്നത് ഹാക്കായി പോയിട്ടുണ്ടായിരുന്നു. അത് മല്ലും മുംബൈ സ്വാതിയായിരുന്നു. അത് ഹാക്കായി പോയിട്ടുണ്ടായിരുന്നു. ഒരു 14,000 ഫോളോവേഴ്സ് ഉള്ള സമയത്താണ് അത് ഹാക്കായി പോയത്. അത് സത്യത്തിൽ ആരാണ് എന്താണെന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്തിനു വേണ്ടിയാണ് എന്നെ ഹാക്ക് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ആ ഒരു വിഷമത്തിലിരിക്കുമ്പോഴാണ് നമ്മൾ മല്ലുമ്മോൻ വിത്ത് കണ്ണെന്ന് പറഞ്ഞിട്ട് വേറൊരു പേജ് സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ആ പേജ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളതിലൊരു 2 ലക്ഷത്തിലും മേലെ സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നൊരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചി കുറച്ച് ദിവസമായിട്ട് കാണാൻ വരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും കുറച്ച് പേരൊക്കെ അന്ന് വരുന്നുണ്ട്, നമ്മളിങ്ങനെ അടുത്ത് നിൽക്കുന്ന കുറച്ച് പേരൊക്കെ അന്ന് വരുന്നുണ്ട്. എൻ്റെ ബന്ധുക്കളൊന്നും അല്ല കേട്ടോ, ബന്ധുക്കൾ ആരുമില്ല, ഞാനും കണ്ണനും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടുകാരെന്ന് പറയാനായിട്ട്. ബാക്കിയുള്ളതൊക്കെ വീട്ടുകാരെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും ഒരു പടി മേലുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പേരൊക്കെയാണ് കേട്ടോ. അപ്പോൾ നന്ദകുമാരി ചേച്ചിയൊക്കെ ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മമ്മയുടെ മടിയിൽ കയറി ഇരിക്കാൻ കേട്ടോ കണ്ണൻകുട്ടി വന്ന വിഷമം. അപ്പോൾ ആ സമയത്താണ് കല്ലുവിൻ്റെ സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചത്. കല്ലുവിനെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ബാംഗ്ലൂർക്ക് പോകണമായിരുന്നു. അപ്പോൾ കല്ലുവിനെ പിന്നെ ലീവ് ആക്കണം. അപ്പോൾ അത് കാരണം കല്ലുവിനെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കല്യാണിക്ക് ആ സമയത്ത് ഒരു ശ്വാസം മുട്ടും ചുമയും എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ വിളിച്ചിട്ട് ഞാൻ കല്യാണിനെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ കല്യാണിയും കൂടി ഉണ്ട്. പിന്നെ കല്യാണിനെ നിർത്തണ്ടെന്ന് വെച്ചത് കാരണം എല്ലാവരും കൂടെ കാണുമ്പോഴും പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോഴേക്കും ആൾക്ക് കേക്കൊന്നും അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല, ആൾക്ക് ശ്വാസം മുട്ട് അലർജിയൊക്കെ വരും. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് പതുക്കെ മാറ്റി നിർത്തുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ച് ഞാൻ അവളെ മാറ്റി നിർത്തിയതാണ് സ്കൂളിൽ വിട്ടത്. പക്ഷെ അപ്പോഴേക്കും ആൾക്ക് ശ്വാസം മുട്ടെന്നൊക്കെ പറഞ്ഞ് ടീച്ചർ വിളിച്ച് കല്യാണിന് ഞാൻ വന്ന് പോയി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ കവിത ചേച്ചി കല്യാണിക്ക് എന്തൊക്കെയോ ഫാൻസി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളൊരു ദൗത്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കല്യാണിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പരാതിയൊക്കെ ഉണ്ട്, കണ്ണൻ ചേട്ടനെ കൊണ്ടല്ലേ എല്ലാ കേക്കും കട്ട് ചെയ്യിപ്പിക്കാന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണി കട്ട് ചെയ്തോ, ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേക്കും കല്യാണി തന്നെയാണെന്ന് തോന്നുന്നു കട്ട് ചെയ്തത്. അതൊക്കെ അവർക്കൊക്കെ ഒരു ഇഷ്ടമല്ലേ ഉണ്ണികൾക്കൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അങ്ങനെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് എന്തായാലും അടിപൊളിയായിരുന്നു, ദിവസം എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ.